പ്രിയമുള്ളവരെ, ചിലർക്ക് ഈ സെർവിക്കൽ പെയിൻ ഉണ്ടാവും. സെർവിക്കൽ പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങി ഉണരുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാവും. നമ്മൾ കിടപ്പിൻ്റെ ദിശ മാറിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യാത്രയിലൊക്കെ രാത്രി യാത്രയൊക്കെ ചെയ്തു വരുമ്പോൾ ഈ കഴുത്തിൻ്റെ പുറകിൽ വേദന ഉണ്ടാവും, സെർവിക്കൽ പെയിൻ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അക്യുപ്രഷർ പോയിന്റും ഒരു വ്യായാമം പറഞ്ഞുതരാം. വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ്. ഇതൊന്ന് ചെയ്തു നോക്ക്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് 2 ദിവസം കൊണ്ടത് മാറും. 2-3 ദിവസം കൊണ്ടത് മാറും, സെർവിക്കൽ പെയിൻ ആണെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ തമ്പിൻ്റെ ഈ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അമർത്തി ഒരു 25-30 പ്രാവശ്യം ഇങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടും ചെയ്യുക. അതേപോലെ 2 വിരലിൽ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൈകൾ ഈ തലയുടെ പുറകിൽ ഇങ്ങനെ പിടിക്കും. നിവർന്ന് നിന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു 100 പ്രാവശ്യം നമ്മൾ ചെയ്യുക. 100 പ്രാവശ്യം ഇങ്ങനെ. സെർവിക്കൽ പെയിൻ ആണെങ്കിൽ അതൊരു 2-3 ദിവസം കൊണ്ട് അത് മാറിപ്പോകും. ഇനിയിപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള രോഗമുണ്ട്, അതായത് പ്രായം കൂടിയിട്ട് ഇതിൽ തേമാനമൊക്കെ വന്നിട്ടുണ്ടാകുന്ന വേദനകൾ. അതിന് ഇപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുകയോ ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞത് സെർവിക്കൽ പെയിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ, നിങ്ങളൊരു ന്യൂറോളജി ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഓർത്തോനെയോ കാണുക. ഇത് മിക്കവാറും മാറിപ്പോകാറുണ്ട്. ഇങ്ങനെയുള്ള പെയിനുള്ളവർ ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകും. ഇതൊന്ന് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.